എല്ലാവർക്കും നമസ്കാരം. സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലാബ് വർക്കുമായി ബന്ധപ്പെട്ട് 2-3 ക്ലാസ്സുകൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ലാബിൽ നമ്മൾ ആ വർക്കുകൾ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെക്കൻഡ് ഇയറിലെ പ്രാക്ടിക്കൽ 40 മാർക്കിനാണ്. അതിൽ 32 മാർക്ക് കമ്പ്യൂട്ടറിൽ ലാബ് വർക്ക് ചെയ്യുന്നതിനും അതിൻ്റെ പ്രൊസീജിയർ എഴുതുന്നതിനുമാണ്. 4 മാർക്ക് റെക്കോർഡിനാണ്, 4 മാർക്ക് വൈവയ്ക്കാണ്. പലപ്പോഴും കുട്ടികൾ ഭയപ്പെട്ട് കാണുന്ന ഒരു ഏരിയയാണ് വൈവ എന്ന് പറയുന്നത്. പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ചെയ്യുന്ന ലാബ് വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ അധ്യാപകർ വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലാബ് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങളോട് കുശലാന്വേഷണം നടത്തുന്നതിനിടയ്ക്ക് ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. മറ്റു ചിലപ്പോൾ വൈവയായിട്ട് ഒരു ഇന്റർവ്യൂ പോലെ 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചു വന്നിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള വൈവ എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ വൈവയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യനുകളുമായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത്. യാതൊരു പേടിയും വേണ്ട, വളരെ സ്മാർട്ടായിട്ട് വൈവയെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനിയൊരു സാറ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നതിന് മടിക്കണ്ട. എങ്കിലും നിങ്ങൾ കടന്നു പോകുന്ന ഏരിയകൾ, നിങ്ങൾ പഠിച്ച ഏരിയകൾ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോവുക. വൈവയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കും. വളരെ സിമ്പിളായി നിങ്ങൾ വൈവയെ ഫേസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഫുൾ മാർക്കുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ആ വൈവയ്ക്ക് സാധാരണയായി ചോദിച്ചു കാണുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ, സാമ്പിൾ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്പീഡ്, ആക്യുറസി, സിംപ്ലിസിറ്റി, കോംപ്രിഹെൻസീവ്, ഈസി സ്റ്റോറേജ് ഓഫ് ഡാറ്റ, ഇങ്ങനെ ധാരാളം പോയിന്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് പോയിന്റുകൾ, 3-4 പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ചോദിച്ചാലും അതുപോലെ തന്നെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ചോദിച്ചാലും നിങ്ങൾക്ക് ഈ പോയിന്റുകൾ തന്നെ പറയുവാനായിട്ട് സാധിക്കും. സ്പീഡ്, ആക്യുറസി, സിംപ്ലിസിറ്റി, കോംപ്രിഹെൻസീവ് എക്സെട്ര. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രോസസ്ഡ് ഡാറ്റ ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ് ഡാറ്റ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോസസ്ഡ് ഡാറ്റ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെന്താണ് വിളിക്കുന്നത്? ഇൻഫോർമേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? ഡാറ്റാസ് ആർ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഒരു കുട്ടിയുടെ മാർക്ക്, അക്കൗണ്ടൻസി മാർക്ക് 48 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അതൊരു റോ ഡാറ്റയാണ്. അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനോടൊപ്പം അനുബന്ധമായ മറ്റു ചില സംഗതികൾ കൂടി പറയുമ്പോൾ നമ്മൾ പറയുകയാണ് ഔട്ട് ഓഫ് 50 ഹി ഗോട്ട് 48 എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി അർത്ഥം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്? അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കോഡിങ്. തിരുവനന്തപുരം ഈസ് കോഡഡ് ആസ് TVM. തിരുവനന്തപുരത്തെ നമ്മൾ TVM എന്ന് കോഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് കോഡ്സ്. നമ്മൾ വിവിധ തരത്തിലുള്ള കോഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരത്തിൻ്റെ ഒരു അബ്രീവിയേഷൻ TVM ഉപയോഗിച്ചിരിക്കുന്നു. അത് ഏത് ടൈപ്പിലുള്ള കോഡാണ്? നിമോണിക് കോഡ് എന്നാണ് നമ്മളത് പറയാറ്. പ്രധാനമായും 3 തരത്തിലുള്ള കോഡുകളാണുള്ളത്. സീക്വൻഷ്യൽ കോഡ്സ് നമുക്കറിയാം, ആൽഫബറ്റുകളോ നമ്പറുകളോ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ വരികയാണെങ്കിൽ 1 2 3 4 5 അല്ലെങ്കിൽ ABCDEFGH അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ C1 C2 C3 അങ്ങനെ പോകുന്നു. ഇതെല്ലാം സീക്വൻഷ്യൽ കോഡുകളാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് കോഡുകളുണ്ട്. ബ്ലോക്ക് ഓഫ് നമ്പേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഈസ് അസൈൻഡ് ഫോർ എ പർട്ടിക്കുലർ ഐറ്റം. ഫോർ എക്സാമ്പിൾ 100 മുതൽ 190-180 വരെ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിലാണെങ്കിൽ ഷർട്ടുകൾ കോഡ് കൊടുക്കുന്നു. 200 മുതൽ 299 വരെ
ചുരിദാറുകൾക്ക് കോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബ്ലോക്ക് ഓഫ് നമ്പേഴ്സ് ആയി കോഡിംഗ് നൽകുന്നതാണ് ബ്ലോക്ക് കോഡുകൾ എന്ന് പറയുക. അതുപോലെ തന്നെ നിമോണിക് കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അബ്രീവിയേഷനുകൾ ഉപയോഗിക്കുന്നതാണ്, ആൽഫബറ്റ്സുകൾ അബ്രീവിയേഷനുകൾ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ PJ ഈസ് യൂസ്ഡ് ഫോർ പർച്ചേസസ് ജേണൽ, CB ഈസ് യൂസ്ഡ് ഫോർ ക്യാഷ് ബുക്ക്. ഇതെല്ലാം എന്താണ്? നിമോണിക് കോഡുകളാണ്. അപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള കോഡുകളാണുള്ളത്: സീക്വൻഷ്യൽ കോഡ്, ബ്ലോക്ക് കോഡ്, നിമോണിക് കോഡ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ലിബ്രെ ഓഫീസ് കാൽക്കിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ. ഗിവ് എക്സാമ്പിൾ ഫോർ സ്പ്രെഡ്ഷീറ്റ് പാക്കേജസ്. നമുക്കറിയാം ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് പാക്കേജ് ആണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ലിബ്രെ ഓഫീസ് കാൽക്ക് തന്നെ പറയാം. മറ്റൊരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിലോ ധാരാളം സ്പ്രെഡ്ഷീറ്റ് പാക്കേജുകളുണ്ട്. ലിബ്രെ ഓഫീസ് കാൽക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് പാക്കേജ് ആണ്. MS Excel, ലോട്ടസ് 1, 2, 3 ഇതെല്ലാം സ്പ്രെഡ്ഷീറ്റ് പാക്കേജുകളാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കുക. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് പാക്കേജുകൾക്കും അക്കൗണ്ടിംഗ് പാക്കേജുകൾക്കും ഒക്കെ 2-3 എക്സാമ്പിളുകൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഇൻ എ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. ആ റോയുടെയും കോളത്തിന്റെയും ഇന്റർസെക്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ് സെല്ല് എന്ന് പറയുന്നു. നമുക്കറിയാം അടുത്തതിനോടും ചേർന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സെൽ അഡ്രസ് എന്ന് പറയുക. എന്താണ് സെൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ? ഓരോ റോയ്ക്കും ഓരോ കോളത്തിനും എല്ലാ കോളത്തിനും നമ്മൾ ABCD എന്നിങ്ങനെ ആൽഫബറ്റുകൾ നൽകിയിട്ടുണ്ട്. ഓരോ റോയ്ക്കും നമ്മൾ 1, 2, 3 എന്നിങ്ങനെ നമ്പേഴ്സും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെല്ല് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സെല്ലിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ കോളം നെയിമും അതോടൊപ്പം തന്നെ അതിന്റെ റോ നമ്പറും കൂടി ചേർത്തിട്ടാണ് ഒരു സെല്ലിന് പേര് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ A1 നമ്മുടെ ആദ്യത്തെ സെല്ല്, A എന്ന് പറയുന്ന കോളത്തില് ഫസ്റ്റ് റോയിലെ ആദ്യത്തെ സെല്ല്, E5 ഇതെല്ലാം ഓരോരോ സെല്ലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന പേരുകളാണ്. അതോടനുബന്ധിച്ച് നമ്മൾ പറയുന്ന മറ്റൊരു ഐറ്റമാണ് റേഞ്ച് എന്ന് പറയുക. എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ? എ ബ്ലോക്ക് ഓഫ് അഡ്ജസെന്റ് സെൽ, എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസെന്റ് സെല്ലുകൾ, അടുത്തടുത്ത സെല്ലുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ന് പറയുക റേഞ്ച് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആദ്യത്തെ സെൽ അറിയാം A1 ആണ്. A1 മുതൽ A5 വരെയുള്ള സെല്ലുകളുടെ ഒരു കൂട്ടം, അത് സൂചിപ്പിക്കുന്നത് A1 2 കുത്ത് E5, A1 to E5 എന്നാണ് ഇതിനെ സൂചിപ്പിക്കുക. അപ്പൊ സെൽ എന്താണ്, സെൽ അഡ്രസ് എന്താണ്, റേഞ്ച് എന്താണ് തുടങ്ങിയ സ്പ്രെഡ്ഷീറ്റുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, എ ഫയൽ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ഈസ് കോൾഡ്. എന്താണ്? ഒരു സ്പ്രെഡ്ഷീറ്റിലെ ഒരു ഫയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ബുക്ക് എന്ന് പറയും. എന്താണ് വർക്ക് ബുക്ക്? എ വർക്ക് ബുക്ക് ഈസ് എ ഫയൽ ഇൻ എ സ്പ്രെഡ്ഷീറ്റ്. ഈച്ച് പേജ് ഇൻ വർക്ക് ബുക്ക് ഈസ് കോൾഡ് വർക്ക് ഷീറ്റ്സ് ഓർ എ വർക്ക് ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, പ്രീഡിഫൈൻഡ് ഫോർമുല ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് കാൽക്ക് എന്ന് പറയുന്ന നമ്മളുടെ ഈ സ്പ്രെഡ്ഷീറ്റ് പാക്കേജിൽ പ്രീഡിഫൈൻഡ് ആയിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ചില ഫോർമുലയുണ്ട്. ആ ഫോർമുലയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഫംഗ്ഷനുകൾ എന്ന് പറയും. നിങ്ങൾ ധാരാളം ഫംഗ്ഷനുകൾ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ഇത്തരം ധാരാളം ഫംഗ്ഷനുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പ്രെഡ്ഷീറ്റ് പാക്കേജിൽ പ്രീഡിഫൈൻഡ് ആയിട്ട് ഡീഫോൾട്ട് ആയിട്ട് അതിൽ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഫോർമുലയാണ് ഫംഗ്ഷൻ എന്ന് പറയുക. ഫോർമുല എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ഫോർമുല? ഫോർമുല ഈസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ടു ഗെറ്റ് എ ന്യൂ വാല്യൂ ഫ്രം ദ വാല്യൂസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. നമ്മൾ നൽകിയിരിക്കുന്ന വാല്യൂസിൽ നിന്നും ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ ഒരു ന്യൂ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന എക്സ്പ്രഷനുകളാണ് ഫോർമുല എന്ന് പറയുക. അത്തരത്തിലുള്ള ഫോർമുലകൾ പ്രീഡിഫൈൻഡ് ആയിട്ട് സോഫ്റ്റ്വെയറിൽ തന്നെ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഫംഗ്ഷനുകൾ എന്നും പറയുന്നു. വിവിധ തരത്തിലുള്ള ഫംഗ്ഷനുകൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. നമ്മുടെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട പ്രധാന ഫംഗ്ഷനുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, ടു കൗണ്ട് ദ നമ്പർ ഓഫ് വാല്യൂസ് ഇൻ എ ഗിവൺ സെറ്റ് ഓഫ് വാല്യൂസ്. തന്നിരിക്കുന്ന ഒരു റേഞ്ചിൽ നിന്നും ന്യൂമറിക് വാല്യൂസ് ഉള്ള സെല്ലുകളുടെ എണ്ണം കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കും. അതിന്റെ സിന്റാക്സ് നിങ്ങൾക്കറിയാം, ഈക്വൽസ് കൗണ്ട് ബ്രാക്കറ്റിൽ റേഞ്ച്. അതുപോലെ തന്നെ ടു കൗണ്ട് ദ സെൽസ് ഹാവിങ് എനി വാല്യൂ, ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ ഉള്ള ആൽഫബറ്റോ ന്യൂമറിക്കൽ വാല്യൂയോ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ ഉള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൗണ്ട് എ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിന്റെ സിന്റാക്സ് ഈക്വൽസ് കൗണ്ട് എ ബ്രാക്കറ്റിൽ റേഞ്ച്. അതുപോലെ തന്നെ ടു കൗണ്ട് എംപ്റ്റി സെൽസ്, ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലുകൾ
കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ ആണ്. ഈക്വൽസ് കൗണ്ട് ബ്ലാങ്ക് ആ റേഞ്ച് ഓഫ് സെല്ലുകൾ നൽകുന്നു. അതുപോലെ തന്നെ കൗണ്ട് ദ സെൽസ് വിച്ച് മീറ്റ് എ ഡിഫൈൻഡ് കണ്ടീഷൻ, അതായത് ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് ഈഫ് ഉപയോഗിക്കുന്നു. എന്താണ് അതിന്റെ സിന്റാക്സ്? ഈക്വൽസ് കൗണ്ട് ഈഫ് റേഞ്ച് നമ്മൾ ആ ക്രൈറ്റീരിയ നൽകുന്നു. ധാരാളം ഫംഗ്ഷനുകളുണ്ട്, എല്ലാം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് അറിയാം. സം ഫംഗ്ഷൻ എന്തിനാണ്? ടു ഗെറ്റ് ദ സം ഓഫ് ഗിവൺ നമ്പേഴ്സ്, തന്നിരിക്കുന്ന കുറെ അധികം നമ്പറുകളുടെ ടോട്ടൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സം ഫംഗ്ഷൻ. അതിന്റെ സിന്റാക്സ് ഈക്വൽസ് സം, ആ തന്നിരിക്കുന്ന നമ്പറുകളുടെ റേഞ്ച് കൊടുക്കുക. ടു ഗെറ്റ് ദ സം ഓഫ് നമ്പേഴ്സ് വിച്ച് സാറ്റിസ്ഫൈസ് എ കണ്ടീഷൻ, എ ക്രൈറ്റീരിയ, അതായത് സം ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഈക്വൽസ് സം ഈഫ് റേഞ്ച് ഡബിൾ ഇൻവെർട്ടർ കോമയിലെ ക്രൈറ്റീരിയ കൊടുക്കുന്നു, സം റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടു റൗണ്ട് എ നമ്പർ, റൗണ്ട് തന്നെ ധാരാളം ഫംഗ്ഷനുകളുണ്ട്. റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. അതിന്റെ സിന്റാക്സ് ഈക്വൽസ് റൗണ്ട്, നമ്മൾ ആ റൗണ്ട് ചെയ്യേണ്ട നമ്പർ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് എത്ര ഡെസിമൽ പ്ലേസിന് ശേഷം എത്ര എണ്ണമാണ് വേണ്ടതെന്നുള്ളതാണ് കൗണ്ടിൽ കൊടുക്കുക. അതുപോലെ തന്നെ റൗണ്ട് അപ്പ് ചെയ്യാം, മേളിലേക്ക് ഒരു സംഖ്യ മേളിലേക്ക് റൗണ്ട് ചെയ്യുന്നതിന് റൗണ്ട് അപ്പ്, താഴേക്ക് റൗണ്ട് ചെയ്യുന്നതിന് റൗണ്ട് ഡൗൺ ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അസറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാം, ഒരു അസറ്റിനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും. അതിന്റെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡുമായി ബന്ധപ്പെട്ട SLN എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിന്റെ സിന്റാക്സ് നിങ്ങൾ ഓർത്തിരിക്കുക. ഈക്വൽസ് SLN ബ്രാക്കറ്റിൽ കോസ്റ്റ് സാൽവേജ് ലൈഫ്. അതുപോലെ തന്നെ DB എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈക്വൽസ് DB കോസ്റ്റ് ലൈഫ് പീരീഡ് മന്ത്. വളരെ പ്രധാനപ്പെട്ടതാണ് SLN-ഉം DB-യും. അതിന്റെ സിന്റാക്സ് നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എക്സാമിന് പോകേണ്ടത്. മറ്റൊരു ഐറ്റമാണ് പേറോൾ അക്കൗണ്ടിങ്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ പേ ഡീറ്റെയിൽസ്, സാലറി ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പേറോൾ അക്കൗണ്ടിങ്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ പറയുന്നു. ഗ്രോസ് പേ കൺസിസ്റ്റ്സ് ഓഫ്, ഒരു എംപ്ലോയിയുടെ ഗ്രോസ് പേയിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു? നമുക്കറിയാം, മൊത്ത ശമ്പളം എന്ന് പറയുമ്പോൾ അയാളുടെ ബേസിക് പേ, അതുപോലെ തന്നെ DA, HRA, മറ്റ് അലവൻസുകൾ, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആവാം, ട്രാവലിംഗ് അലവൻസ് ആവാം, ഇത്തരത്തിലുള്ള അലവൻസുകൾ എല്ലാം കൂടി ചേരുന്ന ആകെ ശമ്പളത്തെയാണ് നമ്മൾ ഗ്രോസ് പേ എന്ന് പറയുക. ബേസിക് പേ, DA, HRA, CCA, TA, അതിൻ്റെയൊക്കെ എക്സ്പാൻഷൻസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ചോദിക്കാം എന്താണ് HRAയുടെ ഫോം പറയാനായിട്ട് ചിലപ്പോൾ ആവശ്യപ്പെടാം. അപ്പോൾ ഗ്രോസ് പേ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ബേസിക് പേയോടൊപ്പം മറ്റ് അലവൻസുകളെല്ലാം കൂടി ചേരുന്നതാണ് ഗ്രോസ് പേ. അതിൽ നിന്നും ചില ഡിഡക്ഷനുകൾ, സാലറിയിൽ നിന്നും ചില കട്ടിങ്ങുകൾ നടത്തും. പ്രോവിഡന്റ് ഫണ്ട്, PF, അതുപോലെ തന്നെ SLI, LIC തുടങ്ങിയ ഡിഡക്ഷനുകൾ നടത്താറുണ്ട്. ഗ്രോസ് പേയിൽ നിന്നും ഡിഡക്ഷനുകൾ കുറച്ച് കഴിയുമ്പോൾ എംപ്ലോയിക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളത്തെയാണ് നമ്മൾ നെറ്റ് പേ എന്ന് പറയുക, അതായത് ടേക്ക് ഹോം സാലറി എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ ഗ്രോസ് പേ എന്താണ്, നെറ്റ് പേ എന്താണ്, ഗ്രോസ് പേയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഡിഡക്ഷൻസ്, പ്രധാനപ്പെട്ട ഡിഡക്ഷനുകൾ, PF ലോണ്, SLI, LIC തുടങ്ങിയ ഡിഡക്ഷനുകളെ കുറിച്ചും ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. മറ്റൊരു ഏരിയയാണ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ്. ഗ്രാഫുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ദ ഐഡന്റിഫയർ ഓഫ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ എ ചാർട്ട് ഓർ എ ഗ്രാഫ്. ഒരു ഗ്രാഫിൽ തന്നിരിക്കുന്ന അതിന്റെ സൈഡിൽ നിങ്ങൾക്കറിയാം തന്നിരിക്കുന്ന ഒരു സൂചകങ്ങളുണ്ട്, ഇൻഡിക്കേഷൻ നൽകുന്നുണ്ട്. ഒരു ഗ്രാഫിന്റെ ഒരു വശത്തായിട്ട് നിങ്ങൾക്ക് തരുന്ന ചില ഇൻഫർമേഷൻസ്, ചില സൂചകങ്ങൾ നൽകുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലെജൻഡ് എന്ന് പറയുന്നു. അപ്പൊ ഇതോടനുബന്ധിച്ച് നമ്മൾ ചാർട്ടിന്റെ മറ്റ് ഏരിയാസ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എലമെന്റ്സ് ഓഫ് ചാർട്ട്, മറ്റ് എലമെന്റുകൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ചാർട്ട് ഏരിയ ഉണ്ട്. ചാർട്ട് എവിടെയാണോ നമ്മൾ വരയ്ക്കുന്ന ഏരിയയാണ് ചാർട്ട് ഏരിയ. ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ X ആക്സിസിനും Y ആക്സിസിനും ഇടയിലുള്ള ഏരിയ ആണ്. ചാർട്ട് മെയിൻ ടൈറ്റിൽ ഉണ്ട്, സബ് ടൈറ്റിൽ ഉണ്ട്. X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, 3D ചാർട്ടുകളിലുള്ളതാണ് Z ആക്സിസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ലെജൻഡ്, മറ്റ് ധാരാളം ഭാഗങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത്, ഒന്ന് വായിച്ചിരിക്കുന്നത് നന്നായിരിക്കും. നോക്കൂ, അടുത്ത ഒരു നമ്മളുടെ രണ്ടാമത്തെ സോഫ്റ്റ്വെയർ ആണ് GNU കാത്ത, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. GNU കാത്തയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുക. ഗീവ് എക്സാമ്പിൾസ് ഫോർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്. GNU കാത്ത എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ മറ്റ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ടാലി, ഡാക്കിസി, പീച്ച് ട്രീ ഒക്കെ
അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളാണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് GNU Kata എങ്കിൽ ടാലിയൊക്കെ പെയ്ഡ് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പാത്ത് ടു ഓപ്പൺ GNU Kata. എങ്ങനെയാണ് GNU Kata നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആപ്ലിക്കേഷനിൽ ഓഫീസിൽ GNU Kata നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഓഫീസ് GNU Kata. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഗീവ് ദ പാത്ത് ടു ക്രിയേറ്റ് ഓർഗനൈസേഷൻ. നമ്മളുടെ കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ GNU Kata ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് ഓർഗനൈസേഷൻ എന്നൊരു ഓപ്ഷൻ അവിടെയുണ്ട്. ക്രിയേറ്റ് ഓർഗനൈസേഷനിൽ എൻ്റർ ദ നെയിം ആൻഡ് അതർ ഡീറ്റെയിൽസ്, കമ്പനിയുടെ പേര്, ഫിനാൻഷ്യൽ ഇയർ, പ്രോഫിറ്റ് മേക്കിംഗ് ആണോ അല്ലയോ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകുന്നു. പ്രൊസീഡ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, പാത്ത് ഫോർ ലെഡ്ജർ ക്രിയേഷൻ. GNU Kata ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിവിധ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. മാസ്റ്റർ എന്ന് പറയുന്ന മെനുവിലാണ് നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ നടത്തുന്നത്. മാസ്റ്ററിൽ ക്രിയേറ്റ് അക്കൗണ്ട് എടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് എടുത്തു കഴിയുമ്പോൾ താഴേക്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുക്കുന്നു. ചില ലെഡ്ജറുകൾക്ക് സബ് ഗ്രൂപ്പുകൾ ഉണ്ടാകും, സബ് ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ടിന്റെ പേര് നൽകുന്നു, സേവ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ലെഡ്ജർ ക്രിയേഷൻ പാത്ത്, ഓർത്തിരിക്കുക. മാസ്റ്റർ, ക്രിയേറ്റ് അക്കൗണ്ട്, സെലക്ട് ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, ഗീവ് ദ നെയിം ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട് യു ഹാവ് ടു ക്രിയേറ്റ് ആൻഡ് സേവ്. നോക്കൂ മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഡീഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ GNU Kata. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. GNU Kata'യിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടാത്ത പ്രീ ഡിഫൈൻഡ് ലെഡ്ജറുകൾ ഏതാണ് എന്നുള്ളതാണ്. എത്ര ലെഡ്ജറുകൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? 4 ലെഡ്ജറുകളാണുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇങ്ങനെ 4 ലെഡ്ജർ അക്കൗണ്ടുകളാണ് GNU Kata'യിൽ ബൈ ഡിഫോൾട്ട് സിസ്റ്റത്തിൽ തന്നെ ഉള്ളതാണ്. സോഫ്റ്റ്വെയറിൽ തന്നെയുള്ള 4 ലെഡ്ജർ അക്കൗണ്ടുകൾ. അതായത് നിങ്ങൾ 5 ലെഡ്ജർ അക്കൗണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത 5 ലെഡ്ജറുകളോടൊപ്പം ഈ 4 ലെഡ്ജറുകളും ചേർത്ത് 9 ലെഡ്ജർ അക്കൗണ്ടുകൾ അവിടെ ഡിസ്പ്ലേഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. നോക്കൂ മറ്റൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി സിസ്റ്റം ജനറേറ്റഡ് ഗ്രൂപ്പ്സ് ആർ ദെയർ ഇൻ GNU Kata. GNU Kata'യിൽ എത്ര സിസ്റ്റം ജനറേറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും? നമുക്കറിയാം ഓരോ ലെഡ്ജറുകളും നമ്മൾ ഒരു ഗ്രൂപ്പിന് കീഴിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റത്തിൽ തന്നെ സോഫ്റ്റ്വെയറിൽ തന്നെ കുറേ ഗ്രൂപ്പുകൾ ബൈ ഡിഫോൾട്ട് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും 13 ഗ്രൂപ്പുകളാണുള്ളത്. 9 ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ 4 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പുകളുമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ട്രേഡിംഗ് അക്കൗണ്ടും P&L അക്കൗണ്ടുമായി ബന്ധപ്പെട്ട 4 ഗ്രൂപ്പുകൾ, ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട 9 ഗ്രൂപ്പുകൾ. അങ്ങനെ 9 4 13 ഗ്രൂപ്പുകൾ ബൈ ഡിഫോൾട്ട് GNU Kata'യിൽ അവൈലബിൾ ആണ്. കൂടാതെ 16 സബ് ഗ്രൂപ്പുകളും നമുക്ക് GNU Kata'യിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ, പർച്ചേസസ് അക്കൗണ്ട് കംസ് അണ്ടർ വിച്ച് ഗ്രൂപ്പ്? നമ്മൾ പർച്ചേസസ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിലാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം പർച്ചേസസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റമാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഏത് കൊടുക്കുന്നു? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് പർച്ചേസസിനെ ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ പർച്ചേസസിന്റെ സൈഡിൽ തന്നെയാണ് സാധാരണ നമ്മൾ പർച്ചേസസിൽ നിന്നും പർച്ചേസസ് റിട്ടേൺസ് കുറയ്ക്കുന്നു, സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് കുറയ്ക്കുന്നു. എന്നാൽ GNU Kata'യിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട സെയിൽസ് റിട്ടേൺസ് നമ്മൾ പർച്ചേസിനോടൊപ്പം തന്നെ കാണിക്കുന്നു. അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെയാണ് സെയിൽസ് റിട്ടേൺസും വരുന്നത്. അതുപോലെ തന്നെ വേജസ്, ഫ്രൈറ്റ് തുടങ്ങിയ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നു. അപ്പോൾ നോക്കൂ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഐറ്റംസ് പർച്ചേസസ്, സെയിൽസ് റിട്ടേൺസ്, വേജസ്, ഫ്രൈറ്റ്, ഓക്ട്രോയി തുടങ്ങിയ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിൽ തന്നെയാണ് പെടുത്തേണ്ടത്. അതുപോലെ തന്നെ സെയിൽസ്, അതുപോലെ പർച്ചേസ് റിട്ടേൺസ് അതെല്ലാം ഡയറക്റ്റ് ഇൻകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ദ ഫംഗ്ഷൻ കീ ഫോർ കോൺട്ര. നിങ്ങൾക്കറിയാം കോൺട്ര ട്രാൻസാക്ഷൻസ് ധാരാളം തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ട്. റെസിപ്റ്റ് ട്രാൻസാക്ഷൻ ഉണ്ട്, കോൺട്ര ഉണ്ട്, പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഉണ്ട്. കോൺട്ര ട്രാൻസാക്ഷനുകൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ ഏതെന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്നത് F8 ആണ്. മറ്റ് ഫംഗ്ഷൻ കീകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക.
F4 റെസിപ്റ്റ് ട്രാൻസാക്ഷനുകളാണ്, F5 പേയ്മെന്റ് ട്രാൻസാക്ഷനുകൾ, സെയിൽസ് F6, പർച്ചേസ് F7, കോൺട്രാ F8. അതുപോലെ തന്നെ ഇതിലൊന്നും പെടാത്ത മറ്റ് ട്രാൻസാക്ഷനുകൾ F9 ജേണലിൽ ഉൾപ്പെടുത്തുന്നു. സെയിൽസ് റിട്ടേൺസ് CTRL+1, അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺസ് Ctrl+2 ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ കീകൾ ജീനുക്കാത്തയുമായി ബന്ധപ്പെട്ട വൗച്ചർ എൻട്രി നടത്തുന്നതിനുള്ള ഫംഗ്ഷൻ കീകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. നോക്കൂ, നമ്മുടെ അടുത്ത ടോപ്പിക് ലിബ്രിയോഫീസ് ബേസ് ആണ്. ലിബ്രിയോഫീസ് ബേസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. DBMS എന്താണ്, അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്നുള്ളതാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ് DBMSന്റെ എക്സ്പാൻഷൻ എന്ന് പറയുക. മറ്റൊരു ക്വസ്റ്റ്യൻ, ഗീവ് എക്സാമ്പിൾ ഫോർ ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഡാറ്റാബേസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾക്ക്, DBMS സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് ലിബ്രിയോഫീസ് ബേസ് ആണ്. അതുപോലെ തന്നെ വേറെ ഏതാണ്, MS ആക്സസ്, ഒറാക്കിൾ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളും നമുക്ക് അവൈലബിൾ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്കറിയാം, ലിബ്രിയോഫീസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് എൻറ്റിറ്റി. ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ എൻറ്റിറ്റി. ഈ ലോകത്തുള്ള ഏത് സാധനവും നിങ്ങൾക്ക് എൻറ്റിറ്റി ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ എന്തിനെക്കുറിച്ചാണോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആ ഒരു ഐറ്റമാണ് എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സ്റ്റുഡൻറ്റിന്റെ ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റുഡൻറ് എൻറ്റിറ്റി ആയി. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയീസ് എൻറ്റിറ്റി ആയി. വെഹിക്കിളിന്റെ ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത് വെഹിക്കിളാണ്. ഫർണിച്ചറിന്റെ ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഫർണിച്ചറാണ് അവിടുത്തെ എൻറ്റിറ്റി. എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് ഈസ് കോൾഡ് എൻറ്റിറ്റി. ഈ ലോകത്തുള്ള ഏത് സാധനത്തെയും നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാൻ സാധിക്കും. ആ എൻറ്റിറ്റിയുടെ ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആ എൻറ്റിറ്റിയുടെ എന്തെല്ലാം ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു ടേം പറയുന്നുണ്ട്, ആട്രിബ്യൂട്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിയെ കുറിച്ചാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഒരു ആട്രിബ്യൂട്ട് പറയുക. നമുക്കറിയാം എന്തെല്ലാം ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുക. ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ എൻറ്റിറ്റി, എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി സെക്സ്, എംപ്ലോയി ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം എംപ്ലോയിയുടെ ആട്രിബ്യൂട്ടുകളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കോളൂ നിങ്ങൾ, വാട്ട് ഈസ് പ്രൈമറി കീ? എന്താണ് പ്രൈമറി കീ എന്നുള്ളതാണ്. ഒരു എൻറ്റിറ്റിയുടെ വിവിധ ആട്രിബ്യൂട്ടുകൾ, വിവിധ ഫീൽഡുകളിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് വിളിക്കുക. അതായത് ഒരു സ്റ്റുഡൻറ്റിന്റെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ് നെയിം എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് ആണ്. പക്ഷേ ഒരേ പേരുള്ള ധാരാളം കുട്ടികൾ ഉണ്ടാകാം. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ധാരാളം കുട്ടികൾ ഉണ്ടാവാം. ഇതൊന്നും നമുക്കൊരു പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാത്രം സവിശേഷത എന്ന് പറയുന്നത്, യുണീക്ക് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അവന്റെ അഡ്മിഷൻ നമ്പർ ആണ്. ആ അഡ്മിഷൻ നമ്പർ ഉള്ള, നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ 108 ആണെങ്കിൽ ആ 108 അഡ്മിഷൻ നമ്പർ ഉള്ള ഒരു കുട്ടി മാത്രമാണ് നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകളെ, യുണീക്ക് ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകളെയാണ് നമ്മൾ പ്രൈമറി കീ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഗീവ് ദ പാത്ത് ടു ഓപ്പൺ ലിബ്രിയോഫീസ് ബേസ്. ലിബ്രിയോഫീസ് ബേസ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള പാത്ത് എന്താണ് നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് ബേസ്. വളരെ എളുപ്പമാണ്. ലിബ്രിയോഫീസ് ബേസ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള പാത്ത് എന്താണെന്നുള്ളതാണ്. അടുത്ത് നോക്കൂ, നെയിം ദ കമ്പോണൻസ് ഓഫ് ലിബ്രിയോഫീസ് ബേസ്. നിങ്ങൾ ലിബ്രിയോഫീസ് ബേസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന 4 ഫീൽഡുകളുണ്ട്. ടേബിൾ, ക്വറി, ഫോംസ്, റിപ്പോർട്ട്സ്. ഇതാണ് ലിബ്രിയോഫീസ് ബേസിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, വൈവിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പോണൻസ് ഓഫ് ലിബ്രിയോഫീസ് ബേസ്. മറ്റൊന്ന്, ഡാറ്റ ടൈപ്പ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ആ ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ ഫീൽഡുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഫീൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകേണ്ടതായ ഡേറ്റ ടൈപ്പ് ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുക. അത് ഡേറ്റ് ആണ്. വിവിധ ഡാറ്റ ടൈപ്പുകൾ നിങ്ങൾക്കറിയാം, ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റ്, ടൈം, ഡേറ്റ് ആൻഡ് ടൈം, ഇങ്ങനെ ധാരാളം ഡാറ്റ ടൈപ്പുകളുണ്ട്. അതിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകുന്നത് നല്ലതായിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, SQL സ്റ്റാൻഡ്സ് ഫോർ. SQLന്റെ എക്സ്പാൻഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ കൂടി നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ
കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിന്റെ ലാബ് വർക്കുമായി ബന്ധപ്പെട്ട് വൈവയോടനുബന്ധിച്ച് ചോദിക്കുവാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ അതും കൂടി ഒന്ന് കടന്നു പോവുക. നിങ്ങൾ നന്നായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുക, കമ്പ്യൂട്ടറിൽ അത് ചെയ്യുക, പ്രൊസീജിയർ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക, റെക്കോർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഒപ്പം വൈവയെ വളരെ ഫ്രീ ആയി നിങ്ങൾ ഫേസ് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകുന്നത് നല്ലതാണ്. നിങ്ങൾക്കത് ലാബ് വർക്ക് ചെയ്യുന്നതിലും ഗുണകരമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈവയെ ആരും പേടിക്കണ്ട, വളരെ ഫ്രീ ആയി വൈവയെ അറ്റൻഡ് ചെയ്യുക. പ്രാക്ടിക്കലിന് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.